സ്കൂൾ ഡോൺ ബോസ്കോ. അതെ, നമ്മുടെ സ്വന്തം പകൽ വീട്. നമുക്ക് ആഘോഷിക്കാം. എന്നാ പൊട്ടട്ടങ്ങ് പൊടിപ്പൂരോ. സൂപ്പർ സൂപ്പർ. എടാ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ വെടിക്കെട്ട്. ഈ പ്രോഗ്രാം കണ്ടിട്ട് പോകുന്നവര് പറയണം. എന്ത്? സ്കൂളില് വെടിക്കെട്ട് പരിപാടിയായിരുന്നു. ഓഹോ, ആഹാ, അതിന്റെ ഒരു തമാശ. എടപ്പടാ. അല്ലേ, ഈ പ്രോഗ്രാമിന്റെ ഓർഡർ ഒന്ന് പറഞ്ഞേ. ഈ ഓർഡർ എന്നൊക്കെ പറയുമ്പം മൊത്തത്തിലൊരു ടേസ്റ്റ് ഉണ്ടാവണം. ടേസ്റ്റോ? എടാ, ഈ കലാപരിപാടി എന്നൊക്കെ പറയുമ്പം ഒരിത്തിരി തിങ്കിങ്, ഒരിത്തിരി ലാഫിങ്, പിന്നെ ഒരല്പം സെന്റിമെന്റ്സും. ഇതന്നെ സാമ്പാറിന്റെ അവിയലിന്റെ ഇൻഗ്രീഡിയൻസ്. ഒരിത്തിരി 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 എന്നൊക്കെ പറയാം. അല്ല പിന്നെ എടാ, ഒരു പ്രോഗ്രാം ആകുമ്പോ മ്യൂസിക്കും ഡാൻസും ഒക്കെ വേണ്ടേ? വേണം വേണം വേണം. മ്യൂസിക് വേണം, ഡാൻസ് വേണം, പിന്നെ ആക്ടിങ്ങും വേണം. അങ്ങനെ ടോട്ടൽ ഡിഫറെന്റ് ആയിരിക്കും. യെസ്, അങ്ങനെ ഒരു കലാസന്ധിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം സ്വാഗതം. ഇതെന്താ എല്ലാരും കൂടെ? Stop, stop. What is this? Where are you going? What's your problem? ഞങ്ങൾക്കും വേണം ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള അവസരം. എന്ത് പ്രോഗ്രാം? ഡ്രാമ. ഡ്രാമയോ? യെസ്, ഡ്രാമ. അവതരിപ്പിച്ചോളൂ, അവതരിപ്പിച്ചോളൂ. ബട്ട് ഇറ്റ് ഹാസ് സം ഓർഡേഴ്സ് ആൻഡ് അറേഞ്ച്മെന്റ്സ്. ഒക്കെ ശരിയാ. ഞങ്ങളും ഈ സ്കൂളിലെ സ്റ്റുഡൻസാ. ഞങ്ങൾ അവതരിപ്പിക്കുന്നു, നിങ്ങൾ കാണുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. വാട്ട്സ് യുവർ തീം? മണ്ണിന്റെ വിഷയം, പ്രകൃതിയുടെ വിഷയം, മഴയുടെ വിഷയം, വെയിലിന്റെ വിഷയം, അങ്ങനെ എത്രയെത്ര വിഷയങ്ങൾ. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ പ്രകൃതി സ്നേഹികളാണ് അല്ലേ? യെസ്. മണ്ണിനോടും പ്രകൃതിയോടുമുള്ള മനുഷ്യന്റെ ക്രൂരതയ്ക്കെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തുകയാണ്. വരുന്ന തലമുറയ്ക്കായി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? നിർത്ത്. ഈ കവിതയല്ലാതെ വിഷയത്തിലേക്ക് വാ. നാടകം കാണാൻ കൊതിയായി അല്ലേ? അത് ആങ്കറെ, ഇപ്പൊ ഇവിടെ നല്ലൊരു പ്രോഗ്രാം നടക്കുമല്ലേ? അതെ. ഇടിച്ചു കുത്തി ഒരു മഴ പെയ്താൽ എന്തു ചെയ്യും? ചുമ്മാ നാക്ക് വിളക്കല്ലേ? അല്ലെങ്കിൽ തന്നെ മഴ കാരണം മനുഷ്യനോട് വട്ടുപിടിച്ച് നിൽക്കുക. അപ്പോൾ മഴ ഇഷ്ടമല്ല അല്ലേ? മഴ പാവല്ലേ? കാഴ്ചക്കാരെ, ഇപ്പോൾ ഇവിടെ ഒരു മഴ പെയ്താൽ നിങ്ങള് മഴയെ പഴിക്കുമോ? അവരും പഴിക്കും. പഴിച്ച് മഴയില്ലാതാവും. അപ്പോഴോ? മഴയ്ക്ക് വേണ്ടി കേഴും. വെയില് കൂടിയാലോ? അതിനെയും പഴിക്കും. എങ്കിൽ എല്ലാരും ഒന്ന് കരുതിയിരുന്നോളൂ, ഒരു മഴയ്ക്കുള്ള കോളുണ്ട്. We students proudly present before you the rain. ചിലപ്പോൾ മഴ ഇങ്ങനെയാണ്, അപ്രതീക്ഷിതമായിട്ട്. പേടിപ്പെടുത്തുന്ന ഇടിമുഴക്കവും പിന്നെയുള്ള പെയ്ത്തും.
അങ്ങ് പാടവരമ്പത്തിരുന്ന് കരയുന്ന പോക്കാച്ചിത്തവളകളുടെ ശബ്ദമാണ്. തവളകളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ പണ്ടുള്ളവർ പറയും, ഇത് മഴയ്ക്കുള്ള കോളാണ്. അങ്ങനെ കാലം മാറി മാറി വരുന്നു. വൈകുന്നേരത്തെ പോക്കുവെയിലത്ത് പറമ്പിൽ കളിക്കാനിറങ്ങുന്ന കുട്ടികൾക്കിടയിലേക്ക് പെയ്തിറങ്ങുന്ന മഴ. വെയിലിന്റെ പൊൻകിരണങ്ങളാൽ മിന്നിത്തിളങ്ങുന്ന മഴയെ കാണാൻ നല്ല രസമാണ്. വെയിലത്ത് പെയ്യുന്ന മഴ കണ്ട് കുട്ടികളായിരുന്ന ഞങ്ങൾ പറയും, കാട്ടിലെ കുറുക്കന്റെ കല്യാണമാണ്. പിന്നെ മഴ മെല്ലെ മെല്ലെ അങ്ങ് പോകും. കുട കിട്ടാതാകുമ്പോൾ വാഴയിലെയും ചേമ്പിലെയും ഒക്കെ കുടയായി പിടിച്ചു നടന്നിരുന്ന ബാല്യകാലം. അങ്ങനെ മഴയെ കണ്ടും അറിഞ്ഞും ആസ്വദിച്ചും അനുഭവിച്ചുമൊക്കെ മഴത്തുള്ളികൾ പോലെ ചിതറിത്തെറിച്ചിരുന്ന ബാല്യകാലം. മഴ നൽകിയ അനുഭവങ്ങൾ, ഓർമ്മകൾ ഏറെയേറെയാണ്. നഷ്ടബാല്യത്തിന്റെ നന്മയുള്ള ഓർമ്മകൾക്കൊപ്പം ഈ ശബ്ദത്തിനുടമയായ എന്റെ ഉള്ളിലേക്കും പെയ്തിറങ്ങുകയാണ് മഴ. രാത്രിയും പകലും ക്ഷണിക്കാതെ എത്തുന്ന മഴ. ഇവളെന്തു ചെയ്യും, എങ്ങു പോയിടിലും തെറ്റുകാരി. പെയ്യുകയിലെത്ര പേർ പഴിക്കും അവളെ, പെയ്യാതിരുന്നാൽ ചതിക്കുകയും. വർഷത്തിനായി വയൽ കേഴിടുമ്പോൾ മേഘവുമായി വാനിൽ നീങ്ങി നീങ്ങി ആഴിക്കരമേൽ പറന്നിടുമ്പോൾ അയ്യോ പെയ്യല്ലേ എന്നു മുക്കുവന്മാർ. ദാഹത്തിനാൽ ജനം കേഴിടുമ്പോൾ കാർമേഘമങ്ങോടിയെത്തിയപ്പോൾ കല്യാണപ്പന്തലിൽ 1000 പേർ നാശം മഴയെന്നു കൂവിടുന്നു. വീട്ടമ്മയൊരു നാളിൽ പ്രാർത്ഥിച്ചുപോൽ 3 മണിക്കിന്നു പെയ്തിടല്ലേ. സ്കൂളിലൻ കൊച്ചു പോയ നേരം കുടയെടുക്കാനവനോർത്തതില്ല. സ്കൂൾ വിടും നേരം മഴ നനഞ്ഞാൽ അവനു ജലദോഷം പിടിക്കുകയില്ലേ. ഭൂമി തന്നാഴത്തിൽ സംഭരിച്ച ചെടികൾ തൻ രക്ഷയ്ക്കായി കാത്തുവെച്ച ജലശേഖരങ്ങളവയെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യയാലെ ഊറ്റിയെടുത്തു നാം ക്രൂരമായി. പണ്ടൊരു നാട്ടിൽ വരൾച്ച വന്നു, മഴയ്ക്കായൊരു യാഗം ചെയ്തു നട്ടാൽ ഒരു കൂട്ടം മേഘവുമായി വർഷം അവിടെ പെയ്തിടുവാൻ ചെന്ന നേരം മാനത്തു നോക്കി ഒരു കൊച്ചു പൈതൽ കണ്ണുനീരോടവൾ കെഞ്ചിടുന്നു. വർഷമേ കുറച്ചുനാൾ പെയ്തിടല്ലേ, എൻ വീടിനുമേൽപ്പുര ഇതുവരെയും മേയുവാൻ ഞങ്ങൾക്കായതില്ല. പാപം മഴ ഇവളെന്തു ചെയ്യും,
എങ്ങുപോയിടിലും തെറ്റുകാരി, എങ്ങുപോയിടിലും തെറ്റുകാരി. കാലം ഒന്നൊന്നായി പോയിക്കൊണ്ടേയിരിക്കും. മഴയും അങ്ങനെ തന്നെ ഓർമ്മകളിലേക്ക് ഓർമ്മകളിലേക്ക്. ചൂട് കൂടിക്കൂടി വരികയാ. എല്ലാ പരിസ്ഥിതി ദിനങ്ങളിലും ഞാൻ ഓരോ വൃക്ഷത്തൈ നടും. പക്ഷേ ഇന്നിതിന് വളരുവാൻ ഈ മണ്ണിൽ ഒരു തുള്ളി വെള്ളമില്ല, മഴയില്ല. കണ്ടില്ലേ, നിലം പാറ പോലായി. ഇതിനെല്ലാം കാരണം മരങ്ങളും മലകളും നശിപ്പിച്ച ധനമോഹികളാ. ഈ പാവം കർഷകരെന്ത് വിളിച്ചു. ഈശ്വര, ഇനി എന്നാണ് മഴ? ഇനിയൊരു മഴ കാണാൻ, ഇനിയൊരു തൈ നടാൻ ഈ വൃദ്ധൻ ഇനി ഉണ്ടാകുമോ? അല്ലയോ വേഗമേ, നീ വർഷിച്ചാലും അല്ലെങ്കിൽ ഇവിടം ശവപ്പുറമാകും. മക്കളെ, അപ്പൂപ്പൻ കരയുന്നത് നിങ്ങളെ കുറിച്ച് ഓർത്തിട്ട, ഇനിയുള്ള തലമുറയെ കുറിച്ച് ഓർത്തിട്ട അപ്പൂപ്പൻ കരയുന്നത്. ഇനിയും ചൂടേറിയാൽ അത് നിങ്ങൾക്ക് താങ്ങാനാവില്ല. കാരണം ഒരു മഴ പെയ്തിട്ടെന്ന് കാലമെത്തതായി. പണ്ട് ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ ഒരു പെയ്ത്ത. പുഴയെല്ലാം നിറഞ്ഞൊഴുകി പാടത്തും പറമ്പിലുമെല്ലാം വെള്ളം കയറി കാടും മേടും ഇളക്കി മറിച്ച് ഭൂമിയെ കുളിരണിയിച്ച് കുളിപ്പിച്ച മഴ. ഇതെന്തൊരു വിധിയത്. വന്നു വന്ന് മഴയ്ക്കിപ്പോ വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാണ്ടായിരിക്കുന്നു. ഈ നശിച്ച മഴ കാരണം ഒരു കാര്യത്തിന് നീക്കുപോക്കില്ല.
ഇത് മുടങ്ങിയിരുന്നെങ്കിൽ. ദാമോദര, ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് മടങ്ങിപ്പോകാം. ഈ മഴയാണെങ്കിൽ തോരണ ലക്ഷണവും കാണുന്നില്ല. ഓ, ഇപ്പൊ തന്നെ ദേഹം മുഴുവൻ നനഞ്ഞിടോ. ഇന്നും പെൻഷൻ കാശ് വാങ്ങാൻ വിധിയില്ലെന്നാ തോന്നുന്നു. ചെയ്യാൻ തുടങ്ങിയ ഒരു പെയ്ത്ത. മടങ്ങിപ്പോകാം. ആള് മരിച്ചു എന്നാ കേട്ടത്. എന്താ എല്ലാരും ഓടുന്നേ? അവിടെ നിന്നേ. എന്താ പ്രശ്നം? കുട്ടേട്ടന്റെ പേരപ്പുറത്തേക്ക് തെങ്ങ് മറഞ്ഞു വീണത്രേ. ആള് മരിച്ചെന്നാ കേട്ടത്. ഞാൻ അങ്ങോട്ട്. ഈശ്വര, ഇതിനെല്ലാം കാരണം ഈ നാശം പിടിച്ച മഴയാണല്ലോ. ഇതൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ. നിർത്താതെ പെയ്യുന്ന മഴയെ നാം ശപിക്കാറുണ്ട്. പെയ്തില്ലെങ്കിലോ മഴയ്ക്ക് വേണ്ടി നാം കേഴാറുമുണ്ട്. മഴ അനുഗ്രഹമോ അതോ ശാപമോ? അജിക്കുട്ടാ കുടുക്കുട്ടാ വട വട മൊട്ടത്തലയാ. അജിക്കുട്ടാ കുടുക്കുട്ടാ വട വട മൊട്ടത്തലയാ. മഴ പോയി മഴ പോയി മഴ പോയി മഴ പോയി ഹേ ഹേ ഹേ. മഴ വന്ന മൊട്ടക്കുട്ടാ, മഴ വന്ന മൊട്ടക്കുട്ടാ, മഴ വന്ന മൊട്ടക്കുട്ടാ, മഴ വന്ന മൊട്ടക്കുട്ടാ. പാടത്തെല്ലാം വെള്ളം കയറി, പാട്ടുപാടം മാഗ്രിക്കുട്ടം. പാടത്തെല്ലാം വെള്ളം കയറി, പാട്ടുപാടം മാഗ്രിക്കുട്ടം. തുള്ളിച്ചാടാൻ പച്ചത്തുള്ളൻ മുണ്ടിയും പ്രാവും കോഴിയുമെല്ലാം ദൂരത്തങ്ങ് ദൂരത്തങ്ങ്. മാഗ്രിക്കുട്ടാ, ചാടിവാടാ, ചാടാൻ കുട്ടപ്പായി. മാഗ്രിക്കുട്ടാ, ചാടിവാടാ, ചാടാൻ കുട്ടപ്പായി. മഴ പോയി മഴ പോയി മറ്റതപ്പാ. ഞങ്ങൾ പിള്ളേർ കളിക്കുന്ന ചേട്ടന്മാർക്ക് എന്നാ കാര്യം? ചേട്ടന്മാർക്ക് എന്താ കാര്യം? അമ്പടി കേമി അമ്പിളി കേമി പാളത്തൊപ്പയും വെച്ച് ഇറങ്ങിയിരിക്കാ പിള്ളേർ കളിക്കുന്നിടത്തോട്ട്. ഓടി കാന്താരി. ചേട്ടന്മാരെ അറിഞ്ഞായിരുന്നു? എന്നാടാ? മീൻ മീൻ. മീനോ? അതെ അതെ മീൻ. നല്ല മുട്ടൻകാട്ടൻ മീൻ. എവിടെ? ദാ അവിടെ അപ്പുറത്തെ കണ്ടത്തിൽ മഴ വീണപ്പോ കേറി വന്നതാ. എന്നാ വാടാ. കളിക്കാം.
ഇനി മനുഷ്യനെ വായിക്കാത്ത നാക്ക് കിടക്കത്തില്ല. വീട്ടിൽ പോടാ. ഈ വെള്ളത്തിൽ കേറിക്കേ, നിനക്ക് അവരെ പനിയും പിടിക്കും. പോടാ വീട്ടിൽ. എല്ലാവരെയും ശാപത്തിനിരയാണ് ഞാനിപ്പോൾ. എന്റെ കുത്തൊഴുക്കിൽ തൂത്തുവരുത്തിൽ കലക്കി മറിച്ച് കടലിൽ കൊണ്ടൊഴുക്കുമത്രേ. എന്നെ അറിയാത്തവർ വിഡ്ഢികൾ. ഞാനും നാടി നിമിർത്തട്ടെ. പിടിച്ച മഴ കാരണം കരണ്ട് പോയി. ഇത് എത്രാമത്തെ കരണ്ട് പോക്ക. നാരായണ നാരായണ നാരായണ. കുട്ടാ, നീ എവിടെയാടാ? ഓ, എന്തോ ഒരു കുളി. ഓ, നാരായണ നാരായണ. പെട്ടെന്നാട്ടെ. ശരിയമ്മേ, എന്തൊരു മഴയായത്. വീട് മുഴുവൻ ചോർന്നൊലിക്കുക. നാരായണ നാരായണ. കുട്ട, പഠിക്കുന്ന ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഞാൻ പഠിക്കുവാമേ. രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ വിറുവിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ പോലെ. ഭ്രാന്ത്. നിന്റെ തള്ളയെ പോലെ നീയും എന്നെ ഭ്രാന്തിന്ന് വിളിച്ചാലുണ്ടല്ലോ. അയ്യോ മുത്തശ്ശി, ഇത് മുത്തശ്ശി അല്ല ഉദ്ദേശിച്ചത്. ഇത് കവിതയിലെ ഭ്രാന്തിയാ. എടാ, ഗംഗാധരന്റെ മോള് കവിതയ്ക്ക് എപ്പോഴാടാ ഭ്രാന്ത് പിടിച്ചത്? മുത്തശ്ശി, ഇത് സ്കൂളിൽ പഠിച്ചോണ്ട് പോകേണ്ട കവിതയാ, രാത്രി മഴ എന്ന കവിത. രാത്രിയിലാണേലും പകലാണേലും മഴയുള്ളപ്പോൾ കവിത ചൊല്ലാൻ പാടില്ല കുട്ടിയെ. മഴ കൂടും കേട്ടോ കുട്ടിയെ. മഴയുടെ കോപം. ഓ, ഈ മുത്തശ്ശിയെ കൊണ്ട് തോറ്റു പോകത്തേ ഉള്ളൂ അമ്മേ. ഒന്നിനൊന്നിന് മഴ കൂടി കൂടി വരിക. അതിന്റെ ഇടയാവന്റെ കവിത ചൊല്ലി. നാരായണ നാരായണ നാരായണ. അമ്മേ, ഈ മുത്തശ്ശി പഠിക്കാൻ സമ്മതിക്കുന്നില്ല. എന്റെ അമ്മേ, ഒന്ന് മിണ്ടാതിരിക്കും. പഠിക്കുന്ന കുട്ടികളെ കൂടി പഠിപ്പിക്കില്ല. നാളെ സ്കൂളിൽ പഠിച്ചോണ്ട് പോകണതാണത്. ഈശ്വര, എന്തൊരു വിധിയായത്. എന്റെ അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ വിളക്കിൽ കുറച്ച് മണ്ണെണ്ണയുള്ളൂ. ഇത്രയും വട്ടം പോരാഞ്ഞിട്ട് അതും കത്തിച്ചോണ്ടിരിക്കുക. ഇങ്ങത്താ ഇപ്പൊ ഞാനാ കുറ്റക്കാരി. നാരായണ 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 നാരായണ. എങ്ങോട്ടാടി രമണി ഈ ബക്കറ്റും തൂക്കി? അലക്കാൻ പോകുക. പിന്നെ ഈ മുതുപാതിരേക്ക് തുണി അലക്കാനല്ല എനിക്ക് നേരം. അലക്കിയതൊക്കെ ഇതാണ്ട് ഒരാഴ്ചയായിട്ട് ഉണങ്ങിയിട്ടില്ല. മുറി മുഴുവൻ ചോർന്നൊലിക്കുക. പണിയെടുത്ത് മനുഷ്യൻ നടു ഒടിഞ്ഞു. അതിനിടയ്ക്ക് ശല്യം പിടിച്ച് മഴയും. നിലത്ത് വെള്ളം കിടന്നാൽ അതിന്റെ മേളം കയറി ഇരുന്നോളൂ. ഈ നശിച്ച മഴയൊന്ന് ഒടുങ്ങിയിരുന്നെങ്കിൽ. നീ ആരെയാ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായടി. ആണോ? മനസ്സിലായോ? എന്നാലേ മനസ്സിലായി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. മഴയോടുള്ള ദേഷ്യം എന്നോട് തീർത്താലുണ്ടല്ലോ. പണിയെടുത്ത്
പണിയിട്ട് മനുഷ്യൻ നാട് ഒടിഞ്ഞു. എന്തോ ഒരു തണുപ്പ്, തണുത്തിട്ട വെള്ളം. തണുക്കുന്നെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ മുത്തശ്ശി. വയ്യാണ്ടാകുക, വല്ലാത്തൊരു പരവേശം. വയ്യ. നാരായണ നാരായണ. കുട്ടാ പഠിച്ചേ, പെട്ടെന്നാട്ടെ. രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ വിറുവിറുത്തും. അമ്മേ, എനിക്ക് ഉറക്കം വരുന്നമ്മേ. പഠിച്ചിട്ട് ഉറങ്ങിയാ മതി. ആ, പഠിക്കാം. അവരാ പാത്രം എല്ലാം നശിപ്പിക്കും. എടി രമണിയെ, കട്ടനിട്ടത് കടപ്പുണ്ടോടെ? കാപ്പിപ്പൊടി പഞ്ചസാര ഇല്ല. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. കുട്ടാ, നിന്നോട് പഠിക്കാനല്ലേ പറഞ്ഞത്? രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ വിറുവിറുത്തും. ഈ നാശം പിടിച്ച മഴ കാരണം പിന്നെയും കണ്ടുപോയി. എടി രമണിയെ, എടി വിളക്കൊന്ന് കത്തിക്കടി. വിളക്ക് കത്തിക്കാൻ നിന്റെ കുഴപ്പം കൂടി ഉണ്ട്. വിളക്കിന് മണ്ണെണ്ണ ഇല്ല. അവിടെ എങ്ങാൻ അടങ്ങിയിരിക്ക എന്റെ അമ്മേ. ഈ നാശം പിടിച്ച മഴയ്ക്ക് ഒരു അവസാനം ഇല്ലല്ലോ എന്റെ ഈശ്വര. ഈ മഴ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇക്കണക്കിന് പോയാ നമ്മ കുടുംബം പട്ടിണിയാവുകയല്ല. വേറെ വല്ല ജോലിക്കും പോകാന്ന് വെച്ചാ മീൻപിടുത്തം അല്ലാതെ നമ്മക്കെന്ത് പണി അറിയാനാണ്? കടലമ്മേ, നീ ഞങ്ങ ചതിക്കല്ലേ? കടലമ്മ ചതിക്കുവാടാ. ചതിക്കണത് ഈ മഴയാണ്. നാശം പിടിച്ച മഴ. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? നീ എങ്ങാട്ടാണ് ഈ തൊഴയം പിടിച്ചോണ്ട്? വല്ലാരും പറയണ കേട്ട് ഈ പെരുമഴയത്ത് കടാലി പോവല്ലേ കേട്ടാ? കണ്ടില്ലേ കോപിച്ച് കിടക്കണത്? അപ്പൊ നിങ്ങ അറിഞ്ഞില്ലേ കിഴക്കൊക്കെ ഭയങ്കര പ്യാമാരിയ മഴയാണെന്ന്? ദേ മനുഷ്യന്മാരൊക്കെ മുങ്ങിച്ചാകണെന്ന്. അതിന്റെ ത്വഴയം പിടിച്ച് നിങ്ങെങ്ങാട്ടാണെന്ന്. ഞാൻ പോവാണ് രക്ഷിക്കാനായിട്ട്. കിഴക്കലാ പറയുന്നതും കൂട്ടരേ പോകാൻ ഒരുങ്ങിയിരിക്കണേ. നിങ്ങ വരണം, ഞാൻ പോണേന്ന് കേട്ടോ. ഞാനില്ല, നിങ്ങ പോയിട്ട് വാ. അല്ല രാമേട്ട, ഈ പ്യാമാരി തന്നെയല്ലേ ഈ മഴ? എളാ പോവാത്തേ, മുട്ടക്കാട്ട മഴക്കാണ് പ്യാമാരി പ്യാമാരി എന്ന് പറയണത്. അതെങ്ങനെയാണ്? പള്ളിക്കൂടത്തിൽ വിട്ടാലേ അങ്ങാട്ട് പോകണം. ഓ, പറച്ചില് കേട്ടാ നിങ്ങ ഏതാണ്ട് 5ാം ക്ലാസ് വരെ പഠിച്ച പോലെയാണ്. ഈ സാഹിത്യത്തിനൊന്നും വേറെ ജോലിയില്ലേ മഴയത്ത് ഇങ്ങനെ നടക്കാനായിട്ട്? ടാക്സി ടാക്സി. നോ ടാക്സി, ദിസ് ഈസ് സീ. കടൽ കടൽ. What do you mean? മീൻ പിടിക്കാൻ പോകാൻ പറ്റാത്തോണ്ടല്ലേ ഞങ്ങ ഇവിടെ നിക്കണത്. കടലമ്മ കല്ലുള്ളിൽ കിടക്കണയാണ്, കണ്ടില്ലേ? What the hell? Come on dear. നിങ്ങ അറിഞ്ഞ കടാലിൽ പോയ നമ്മുടെ രാഘവനും തോണി ഇതുവരെ കരക്കെടുത്തില്ല. അവന്റെ കെട്ടിയോളും പിള്ളേരും കിടന്ന് അലമുറയിടണമെന്ന്. ഞാനവനോട് പറഞ്ഞാണ് ഒറ്റയ്ക്ക് പോകല്ലേ പോകല്ലേ. ആര് കേക്കാൻ? നീ എവിടെ പോയി തിരയും എന്റെ കടലമ്മ? കണ്ട കരുതുള്ളി കിടക്കണ കിടപ്പ്. ഓ, ഈ ശാപം പിടിച്ച മഴയൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ. അതിവിദൂരമല്ല. ആരും ഡാമിന്റെ അടുത്തേക്ക് പോകരുത്. പറയുന്നത് കേക്ക്. ആരും അങ്ങോട്ട് പോകരുത്. പോകരുതെന്നാ പറഞ്ഞത്. ഡാമിപ്പോ പൊട്ടോന്ന്. ആരും അങ്ങോട്ട് പോകരുത്. ஏண்டா இந்த ஓட்டம் தொடங்கி கொஞ்ச நாளாகலையா? இதுவரைக்கும் ஒண்ணுமே நடக்கல. நீங்க அரசியல்வாதிகளும் பத்திரிகைக்காரர்களும் சொல்வதை கேட்டுட்டு நீங்களா பாவலனுக்கு திசை தெரியாம ஓடிக்கிட்டே இருக்கிறா. போய் ஏதாவது வேலை பாருடா. இந்த டாமுக்குள்ள இருக்கும் தண்ணி எங்களுக்கு அமிர்தம்டா, அமிர்தம். இந்த மழை என்னுடைய ஊரில் கிடைத்திருந்தால் அந்த மண்ணை நாங்கள் தங்க வாக்கிடுவேன்.
மேகம் கருக்குது, மின்னல் சிரிக்குது, சாரல் அடிக்குது, இதயம் பறக்குது. மேகம் கருக்குது, மின்னல் சிரிக்குது, சாரல் அடிக்கிறதே. என் மேனில் ஆடிய மிச்சத் துளிகள் நதியாய் போகிறது. மேகம் கருக்குது, மின்னல் சிரிக்குது, சாரல் அடிக்குது, இதயம் பறக்குது. நான் சொல்லும் வேளையில் மழை நின்று போகட்டும், வானவில் பொழியிலே என் நாளை காயட்டும். மழையில் துளி போடு என் மார்பே உன் வீடு. மேகம் கருக்குது, மின்னல் சிரிக்குது.
നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പ്രളയക്കെടുതിയിൽ നിന്നും ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്. ഇന്നലെ എന്നാ മഴയായിരുന്നില്ലേടി? അതെ അതെ, ഇതേതാണ്ട് ലോകാവസാനത്തിന്റെ ലക്ഷണം. ഇതാടാ മനുഷ്യന്റെ ദേഹത്ത് വെള്ളം തെറിപ്പിച്ചാണോ പോകുന്നത്? പിള്ളേർക്ക് ഇത് വലിയ രസമാണ്. പെട്ടെന്ന് വാടി, വെള്ളം കൂടി കൂടി വരുവാ. എടാ മക്കളെ, എന്നെയും കൊണ്ട് നിങ്ങൾ ഇത് എങ്ങോട്ടാണാ പോകുന്നേ? പേടിക്കണ്ട അമ്മച്ചി, നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാ. അവിടെ സുഖമല്ലേ? 3 നേരത്തിന് പകരം 4 നേരം ബിരിയാണിയാണ് ബിരിയാണി. അയ്യോ എടാ പിടിച്ചോണേ. എന്റെ ഇടി ഹെലികോപ്റ്റർ 3-4 പ്രാവശ്യം താന്നു വന്നതാ. ഞാനൊന്ന് കൈപൊക്കി കാണിച്ചിരുന്ന കേറായിരുന്നു. ഡി കൊച്ചിനെ മുറുക്കി പിടിച്ചോണേ, വെള്ളം കൂടിക്കൂടി വരുവാ. എന്നെ താഴെ ഇറക്കാമേ, ഞാൻ നടന്നോളാം. ഡീഡി വേണ്ട കേട്ടോ, അവൻ പറയുന്ന കേട്ടിട്ട് നീ വെള്ളത്തിൽ ഇറക്കാൻ നിക്കണ്ട. പുതിയ ബെഡായിരുന്നു, അതെല്ലാം വെള്ളം നനഞ്ഞു പോയെന്നേ. എന്നാ ചെയ്യാൻ, എല്ലാ സാധനങ്ങളും നശിച്ചു. ഫ്രിഡ്ജിന്റെ പുറത്തൂടെ ഇപ്പൊ വെള്ളം. എന്നാ ചെയ്യുവോ? പെട്ടെന്ന് വാടി, വെള്ളം കൂടിക്കൂടി വരുവാ. എന്റെ ഈശ്വര, ഇങ്ങനെ പോയ എവിടെ ചെന്ന് തീരുവാവോ? എന്റെ വീടിന്റെ മുകളിലത്തെ നിലയിലും വെള്ളമായിടി. ചേട്ടാ എന്നെയും കൂടി ഒന്ന് വെള്ളത്തിൽ കയറ്റാവോ? കാല് കഴിക്കുന്നു. ഇത് തീരെ മേലാത്തവർക്ക് കയറാനുള്ള ബോട്ടാ. ചേട്ടാ പ്ലീസ്. എന്നാ വന്ന് കേറിക്കോ. ഉയ്യോ ചേട്ടാ പിടിച്ചോളെ, ഞാൻ വേറെ ഡ്രസ് ഇല്ല. ചേട്ടാ മുറുകെ പിടിക്കാൻ. ഒന്ന് പിടിച്ചേടാ. പിടിച്ചോ. ഉയ്യോ ചേട്ടാ ഇപ്പൊ വീഴും. പേടിക്കണ്ട മംഗളെ, എന്റെ മുതുകയിലോട്ട് ചോട്ടി കേറിക്കോ. കേറിക്കോ. എനിക്ക് പേടിയാ, ഞാൻ ഇതുവരെ വെള്ളത്തെ കേറിയിട്ടില്ല. കേറിക്കോ, ധൈര്യമായിട്ട് അങ്ങോട്ട് കേറ് മംഗളെ. ചേട്ടാ പിടിക്കേ. നമ്മളൊക്കെ മനുഷ്യരല്ലേ മംഗളെ. രക്ഷപ്പെട്ടു. പോട്ടെ മുറുക്കി പിടിച്ചിരുന്നോണം. ഇടി വെട്ടുന്നു. പെട്ടെന്ന് മറുകടി, മഴ ഇപ്പൊ പെയ്യും. പെട്ടെന്ന് നടക്കുന്ന വെച്ചാൽ കരയിലൂടെ ഇല്ലല്ലോ, വെള്ളത്തിൽ കൂടെ അല്ലേ നടക്കുന്നത്. അല്ല പിന്നെ ഇതെന്നാ മഴയാ? ഇത് തകർക്കുമെന്നല്ല,
പ്രളയങ്ങൾ പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ താളം തെറ്റിവരുന്ന പ്രതിഭാസത്തിന്റെ ദുരന്തങ്ങൾ ഇപ്പോൾ ഏറിയേറി വരികയാണ്. മനുഷ്യൻ പ്രകൃതിയോട് കാട്ടുന്ന ചൂഷണം കൊണ്ടാവാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത പ്രളയവും പേമാരിയുമാണ് സമീപകാലത്ത് നാം അനുഭവിച്ചത്. മഴയും വേനലും മഞ്ഞുമൊക്കെ കാലം തെറ്റാതെ വന്നിരുന്നു പണ്ട്. അടുത്ത കാലത്ത് നാം അനുഭവിച്ച പ്രളയ ദുരന്തത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലിലേക്ക്. ഭക്ഷണമില്ല, ഒന്നുമില്ല. ഒരു കൊച്ചു കുട്ടിക്കും പാല് പോലും ഇല്ല. ഞങ്ങളിവിടെ വളരെ കഷ്ടതയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ഇരുന്ന് രക്ഷിക്കും സാറുമാരെ. എന്റെ മോളും എന്റെ ഫാമിലിയെല്ലാം വെള്ളത്തിനകത്ത് കുടുങ്ങിക്കിടക്കുവാണ്. അവരിപ്പോ ടെറസിന്റെ മണ്ടയ്ക്കാണ്. അവിടെയാണെങ്കിൽ ആരും രക്ഷാപ്രവർത്തനത്തിനൊന്നും വരുന്നില്ല. ഒരു വയസ്സ്
കരയല്ലേ, പേടിക്കണ്ട, കൂടെയില്ലേ? എനിക്ക് വേദന എടുക്കുന്നേ സാറേ പെട്ടെന്ന്. നോ പ്രോബ്ലം, നോ പ്രോബ്ലം, ഭയമില്ലെന്നേ, കരയണ്ട സാറേ പെട്ടെന്ന്. അയ്യോ സാറേ എനിക്ക് പെയിൻ കൂടുന്നു. घबराने की कोई बात नहीं, कोई बात नहीं, कोई बात नहीं. എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കോ. आप जल्दी हॉस्पिटल पहुंच जाएगी. प्लीज 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 हेल्प. कम ऑन. नो प्रॉब्लम, डोंट वरी. अम्मी जल्दी से हेलीकॉप्टर इस रूट से लाइए सर. एक रस्सी नीचे डालिए. प्रेग्नेंट लेडी यहाँ पे खतरनाक स्थिति में है सर. कैसे भी करके इसको हॉस्पिटलाइज करना पड़ेगा. അയ്യോ रोमत എനിക്ക് വയ്യ, എന്റെ ദൈവം എനിക്ക് വയ്യ. सर मैं यहाँ पे खड़ा हूँ सर. यहाँ पे चर्च कंपाउंड के पास वाले जो पेड़ है ना, उसकी साइड में देखिए जल्दी. वही. सर यहाँ पे लैंड नहीं हो सकता, यहाँ से थोड़ा साइड हो जाओ. चर्च के पास नहीं लैंड हो सकता क्योंकि यहाँ पे बहुत बिल्डिंग है. थोड़ा और राइट को. प्लीज कम विद अस. എനിക്ക് വയ്യ. नो प्रॉब्लम, कम ऑन. थोड़ा और. അയ്യോ सर सर वो छोटे पेड़ की उधर को. डोंट वरी. देखो हेलीकॉप्टर आ गया. सर सुन पा रहे हो मुझे? ओके सर. डोंट वरी. तुम थोड़ा और राइट साइड को आओ. അയ്യോ नो प्रॉब्लम. कम ऑन. जल्दी आओ. അയ്യോ सर वहीं रुको. ओके सर. ओवर एंड आउट. അയ്യോ എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കോ. सर रोप नीचे डालो. सर रोप नीचे डालो. क्या आप मुझे सुन पा रहे हो? ठीक है. അയ്യോ സാറേ പയ്യെ. डरने की कोई बात नहीं. അമ്മേ We are going to lift you. No problem. Come on. ആ ചേട്ടാ ഒന്ന് മുറുക്കി പിടിക്കണേ. ओके सर, बढ़िया. डन. കളക്ടർ എത്താറായോ? ഇപ്പൊ വരുന്നുണ്ട്. Okay, sit down. I'll tell you why I called this emergency meeting. The Chief Minister sought the help of our army for the rescue operation. The order has come. SP, you have to take care of it properly. There is no time for another meeting. ഓക്കെ മാഡം, ഷുവർ. അതുപോലെ തന്നെ ആഡിയോ എത്തിയില്ലേ? യെസ് മാഡം. നിങ്ങളുടെ ഇതിൽ എത്ര ക്യാമ്പ് ഉണ്ട്? മാഡം 28 ക്യാമ്പ് ഉണ്ട് മാഡം. എവിടെയെങ്കിലും അനിഷ്ട സംഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? നോ മാഡം, ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. അതുപോലെ തന്നെ DMO യെസ് മാഡം. പകർച്ചവ്യാധിയോ മരണോ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല മാഡം. ചിലർക്ക് ചെറിയ പനിയൊന്നുമല്ലാതെ പകർച്ചവ്യാധികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. എന്നാലും പരമാവധി ഡോക്ടേഴ്സിനൊക്കെ ഞങ്ങൾ ക്യാമ്പുകളിലേക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ. ലുക്ക്, വി ഹാവ് ടു ബി വെരി കെയർഫുൾ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സെൽ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുണ്ട്. മാഡം, ചെങ്ങന്നൂർ ഭാഗത്ത് ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ ടെറസിന്റെ മുകളിൽ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. SP, locate the spot and send the rescue team immediately. ഓക്കെ മാഡം, ഷുവർ. എന്ത് ചെയ്യാനാടി, ഇന്നലെ ഞാൻ വാങ്ങിച്ച സാരി വരെ മൊത്തം നനഞ്ഞു പോയായിരുന്നു. 10,000 രൂപയുടെ എന്റെ സാരി കാടി പോയി. എന്ത് കഷ്ടപ്പാടാണ്. നമ്മളിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്റെ പൊന്നു മെമ്പറെ, ഒരു ടോയ്ലറ്റ് ഉണ്ട്, 150 പേരും ഉണ്ട്. ഇതെന്തൊരു കഷ്ടവാ. എന്റെ സഹോദരി, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടാണോ വെള്ളപ്പൊക്കമൊക്കെ പെട്ടെന്ന് വന്ന് കേറിയത്? നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഓ, എന്തൊരു കഷ്ടം. അവിടെ പോയി അടങ്ങിയിരിക്കടി. വെള്ളത്തിൽ കൂടി നീന്തി എന്റെ കാലിന്റെ പണിയാണ്. ഇവിടെ മുഴുവൻ വലിയ പെരുന്നാളിലുള്ള ആൾക്കാരുണ്ടല്ലോ. ആമിന, ഈ ജഗത്തെങ്ങനെ പോയി സ്ഥലം ഉണ്ടോ നോക്ക്. ചെല്ല. നീ കിട്ടിയ സാരിയൊക്കെ എന്തെടുത്തടി? നീ കൊറേ ആയല്ലോ കൊറേ സാരിയും തുണിയൊക്കെ കൊണ്ടുപോകുന്നു. ഞാൻ ടെക്സ്റ്റൈൽ തുടങ്ങാൻ പോവാ. നീ ഓടി അവിടുന്ന്. പാരസ്റ്റമോളൊക്കെ ആവശ്യം സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ, ഉണ്ട്. ഇന്നിനി കുറച്ചുകൂടെ മെഡിസിൻസ് വരാനുണ്ട്. ഡോക്ടറെ, മോന് സുഖമില്ല. ഒരു പനിക്കോള് പോലെ. ഒന്ന് നോക്കാവോ? എവിടെ നോക്കട്ടെ. ഏത് ക്ലാസ്സാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിലാ. ശ്വാസം വലിച്ചു വിട്ടേ. തിരിഞ്ഞേ. പനിയുണ്ടല്ലോടാ. അതെങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് വേണ്ടേ? സിസ്റ്ററെ, ഒരു മെഫ്താൽ എഴുതി കൊടുക്കും. ഇത്
ഇതുമായിട്ട് അപ്പുറത്തോട്ട് ചെന്നാൽ മതി, അവിടുന്ന് കിട്ടും കേട്ടോ. ആ ശരി സിസ്റ്റർ. നിങ്ങളുടെ വീട്ടിൽ എവിടെ വരെയുണ്ട് വെള്ളം? ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ കട്ടിലിന് വേണം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ കൂടിയിട്ടുണ്ടാവും. ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എന്റെ ദൈവമേ, ഇനി എന്നാ ചെയ്യുവോ ഇങ്ങനൊക്കെ പോയാല്? മെമ്പറേ, മഴ കൂടിക്കൂടി വരുക. ഇങ്ങനെ പോയി ഈ നാട് നശിക്കും. നാട് മുഴുവൻ വെള്ളപ്പൊക്കം. എന്നാലും വെള്ളമടിക്കൊരു കുറവില്ല. നീ പോണോ നിന്റെ കാര്യം നോക്കി? എന്നെ പഠിപ്പിക്കുന്നു. മര്യാദയ്ക്ക് ഇരുന്നോണം കേട്ടോ. അവിടെ ഇങ്ങനെ ഇണങ്ങിയിരുന്നേ. മെമ്പർ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പോയിട്ട് വരാം. മെമ്പർ, ഈ വെള്ളപ്പൊക്കം ഇങ്ങനെ നിലനിൽക്കാൻ വല്ല മാർഗമുണ്ടോ? ഓടാ അവിടെ നിന്ന്. മനുഷ്യൻ കിടന്ന് ബുദ്ധിമുട്ടുമ്പോഴാണ് തമാശ പറയുന്നത്. വെള്ളപ്പൊക്കം നില മനുഷ്യൻ കിടന്ന്. എന്റെ പൊന്നു മെമ്പറെ, എന്റെ റേഷൻ കാർഡും ആധാർ കാർഡും മുഴുവൻ ഒഴുകിപ്പോയി. നമുക്ക് സാരമില്ല നാണിയമ്മ, നമുക്ക് ശരിയാക്കി തരാം. നിങ്ങൾ കഴിഞ്ഞോട്ടെ. ഓക്കെ Sir, now I'm standing in one of the relief camps in Tirwar Panchayat. This is a low-lying area which gets constantly flooded. Here we have the ward member, and let us hear what he has to speak to us. ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്. ഇവിടെ ഇപ്പോ ഏകദേശം 32ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. കാരണം പലയിടങ്ങളിലും വെള്ളം കൂടിക്കൂടി വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സഹായം എത്തുന്നുണ്ട്. അതൊരു വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ തന്നെ ഡോക്ടേഴ്സും അങ്ങനെ ആ ഒരു രംഗത്തു നിന്നൊക്കെ നല്ല ഒരു സപ്പോർട്ടാണ് നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനൊക്കെ അപ്പുറം നമ്മുടെ ഈ സഹായമായിട്ട് നമ്മുടെ നാട്ടിലെ തന്നെ ഒരുപാട് നല്ല മനുഷ്യരെ ഞങ്ങളുടെ സഹായം കിട്ടുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. Sir, we can see many members who are coming forward extending helping hand to these flooded victims. Now let us talk to these school children. Madam, ee experience ne kuriche. We have already visited 5 relief camps. Now, we are about to make our move towards the next relief camp. Our school management has always taken a timely action generously. They have been a constant support in times of distress. Thank you. മെമ്പറെ, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ക്യാമ്പിലും വെള്ളം കയറി. നിങ്ങൾ എവിടെ നിന്ന് വരിക? ചെങ്ങളം ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നോ? അതെ, ചെങ്ങളം ഗവൺമെന്റ് യു പി സ്കൂൾ. ഓ, അവിടെയൊക്കെ വെള്ളമായല്ലേ? അതെ അതെ അതെ. അമ്മേ, കൊതുക് കുത്തുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല. ഓ സാരമില്ല മോനെ, നന്നായിട്ട് പൊതച്ചു കിടക്കുക. കുട്ടപ്പ, ഉറക്കമൊന്നും വരുന്നില്ലേടാ? മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, അവിടെ കാണുമ്പോ ഇരിക്കാൻ നോക്ക്. ഇവിടെ മൃഗങ്ങളൊന്നും അല്ലല്ലോ താമസിക്കുന്ന, മനുഷ്യര് തന്നെയല്ലേ. ഇപ്പൊ അവർക്ക് എസിയും വേണ്ട, ഫാനും വേണ്ട, ജീവൻ മാത്രം മതി. വലിയ വീട്ടില് കൊച്ചപ്പഴാണ്. അത് ശരിയാ. വെള്ളത്തിലേക്ക് മുങ്ങിച്ചാവൻ തുടങ്ങിയപ്പോഴേ കൈപിടിച്ച് കയറ്റിയതേ മത നേതാക്കന്മാരല്ല, രാഷ്ട്രീയക്കാരുമല്ല, സ്നേഹമുള്ള കുറെ മനുഷ്യർ, മുക്കുവർ. ഇപ്പോഴാണ് നമ്മൾ മനുഷ്യരായ. മതവും ഇല്ല, വർഗവും ഇല്ല, ജാതി ചിന്തയൊന്നുമില്ല. മിനിമളെ പാട്ടൊന്ന് പാടിക്കേ. അത് പോവാ ചേട്ടാ അവിടുന്ന്. മനുഷ്യൻ പാട്ട് പിടിച്ചിരിക്കുമ്പോഴാ തമരടിക്കണ കാലമായടേ. നിങ്ങളോട് അങ്ങ് പറഞ്ഞ തമരടിക്കണ കാലമായടേ. കാശിന്റെ ക്ഷാമം തീർന്നടേ. തമരടിക്കണ കാലമായടേ. കാശിന്റെ ക്ഷാമം തീർന്നടേ. സന്തോഷിക്കേണ്ട സാഹചര്യത്തിൽ സന്തോഷിക്കണം. നാട് മുഴുവൻ വെള്ളത്തിലാഴ്ന്നിരിക്കുക. അറിഞ്ഞോ എല്ലാവരും? മഴ ശക്തി പ്രാപിക്കാൻ പോവാന്ന് കാലാവസ്ഥാ റിപ്പോർട്ട്. എന്റെ ദൈവമേ, അങ്ങനെ മഴ കൂടിയാൽ ഇനിയും ഡാം തുറക്കില്ലേ? തുറക്കും. വെള്ളം കൂടിയാൽ ഡാം ഇനിയും തുറക്കും. തുറന്നാൽ ഞങ്ങൾ ഇനി എങ്ങോട്ട് പോവും? എല്ലാത്തിനും കാരണം ഈ ശാപം പിടിച്ച മഴയാ. ഇനിയും മഴ തുടർന്നാൽ ഇവിടെ നശിക്കും, പ്രളയത്താൽ നശിക്കും.
ഈ മണ്ണിന് ഞാൻ ശാപമാണല്ലേ? എന്റെ ജലം കൊണ്ട് നിങ്ങൾ ദാഹം അകറ്റിയില്ലേ? എന്റെ ജലം കൊണ്ട് നിങ്ങൾ ധാന്യങ്ങൾ വിളയിച്ചില്ലേ? എന്റെ ജലം കൊണ്ട് നിങ്ങളുടെ വിഴുപ്പുകളും അഴുക്കുകളും അകറ്റിയില്ലേ? ഞാൻ പുഴയായിട്ടൊഴുകിയില്ലേ? എന്റെ ജലം കൊണ്ട് നിങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചില്ലേ? എന്നിട്ടും ഞാനിനിയും ഈ മണ്ണ് എന്തിനു പെയ്യണം? എന്റെ വരവിനായുള്ള പഴുതുകളെല്ലാം നിങ്ങൾ അടച്ചില്ലേ? ഞാൻ നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനം കൊടുംവരൾച്ചയിൽ. സൂര്യാഘാതമേറ്റ് മരണസംഖ്യ ഉയരുന്നു. ജനം കുടിവെള്ളത്തിനായി പരക്കം പായുന്നു. ഈ മഴയുടെ വേല എപ്പോഴും നന്ദി തുടങ്ങുന്നത്. തുണി കളഞ്ഞ മഴ പെയ്യുന്നത്. എടി ഞാൻ ആദ്യം വന്നത്. നീ അങ്ങോട്ട് പുറകിലോട്ട് പോയി നിന്നേ. നീ പടിയോടുന്നു. ഈശ്വരാ, ഇത് എന്തൊരു ചൂടാണോ! അയ്യോ, ചേട്ടാ നമുക്കിത് വെള്ളം താ ചേട്ടാ. തരാമോ ചേച്ചി വെള്ളം? എല്ലാവർക്കും വെള്ളമുണ്ട്, എല്ലാവർക്കും വെള്ളമുണ്ട്, എല്ലാവർക്കും തരാം, എല്ലാവർക്കും തരാം. മക്കളെ കീഴോട്ട് കേറിക്ക്. എല്ലാരോടുമായിട്ട് പറയുക, റേഷൻ കാർഡ് ഉള്ളവര് മാത്രം നിന്നാ മതി. കേട്ടല്ലോ? എടി, നിനക്ക് റേഷൻ കാർഡ് ഉണ്ടോടി? എന്റെ ഈശ്വര, വെള്ളത്തിന് വരെ റേഷൻ കാർഡ് കൊടുക്കണ്ടേ ഗതിയോ? ആളൊന്നിക്ക് 1 ലിറ്റർ വെള്ളം മാത്രം. 1 ലിറ്റർ വെള്ളോ? അപ്പൊ പിന്നെ ഈ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ എന്താ ചെയ്യുക? സാഹിബന്മാരൊക്കെ എന്താണോ ചെയ്യുന്നേ? അതങ്ങ് ജീവിച്ചാ മതി. അല്ല പിന്നെ അതെ, വെള്ളം മൊത്തം തീർക്കല്ലേ, ഞങ്ങൾക്കും കൂടി വേണം. ഇവിടെ കേറി നിൽക്ക്. വെള്ളം കിട്ടിയവരൊക്കെ മാറിക്ക്. കൊറേ നേരം ആയല്ലോ ഈ കൊണ്ടുവന്ന വെള്ളം എന്നെ എടുക്കുക. എന്റെ വീട്ടിലൊരു വല്യമ്മ തള്ളയുണ്ട്. ആ തള്ളയാണെങ്കിൽ ഞാൻ കൊണ്ടുവെക്കുന്ന വെള്ളം മുഴുക്കെ എടുത്ത് കളയുക. ആ വെയിലത്ത് നിൽക്കുന്ന പാടുമല്ല അവർക്കല്ല അറിയാമോ. എന്റെ ഈശ്വര, ഇത് എന്തൊരു ചൂടാണോ! അയ്യോ ചേട്ടാ, പെട്ടെന്നാവട്ടെ, കൊറേ നേരം ആയല്ലോ നിൽക്കുന്നത്. കുറച്ച് താമസമൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് കയറി നിൽക്ക്. ഞങ്ങക്ക് പോയിട്ട് 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. വെള്ളം കളയാതെ. ആർക്കറിയാം ഈ വെള്ളം നല്ലതാണോ എന്ന്? പിന്നെ ഇതിലൂടെ മിനറൽ വാട്ടറല്ലേ കിട്ടാൻ പോകുന്നേ. കിട്ടുന്നത് മേടിച്ചോണ്ട് പോവാൻ നോക്കി. ഇത് കിട്ടിയിട്ട് വേണം കഞ്ഞി വെക്കാൻ. എന്റെ ഈശ്വര, ഇനിയെങ്കിലും ഒരു മഴ പെയ്തിരുന്നെങ്കിൽ. മഴയില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിഞ്ഞു തുടങ്ങി. തുണിയിലക്കാൻ ഇനി വെള്ളത്തിന് എവിടെ പോവോ? ഇവളുമാരൊന്ന് മാറിയിരുന്നെങ്കിൽ. എന്തൊരു ക്യൂ ആയത്! എല്ലാരും കൂടെ ഇങ്ങോട്ട് വെക്ക്. ആഹാ, എങ്ങോട്ടേ കൊച്ചമ്മ? പോയി പുറകിലെങ്ങാനും നിക്ക്. ഞങ്ങളെ വെള്ളം എടുക്കാൻ തന്നെയാ നിക്കുന്നത്. ഞാൻ നേരത്തെ വന്നതാ. എനിക്ക് വെയിലത്തൊന്നും ശീലമില്ല. അതുകൊണ്ട് ഒടിക്കോടെ വെള്ളം മാത്രം തന്നാ മതി. ശീലമില്ലെങ്കിൽ ശീലിച്ചോ. ഞങ്ങള് രാവിലെ മുതല് വെയിലത്ത് തന്നെയാ നിക്കുന്നത്. നമുക്ക് ഇച്ചിരി വെള്ളം തരുവോ? ഒന്ന് കുടിക്കാനാണ്. ഹലോ, എല്ലാരും വെള്ളത്തിന് വേണ്ടി വന്നിരിക്കുന്നയാ. പോയി ചൂല് പറയുന്നേ. ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒറ്റയ്ക്ക് വേളോ? അതെ, ഒറ്റയ്ക്കു എലമെനിപ്പിക്കൂ. പോയി പുറകിലെങ്ങാനും നിക്ക് ചേട്ടാ. ഇനി മഴയുണ്ടാവാൻ എന്താണ് ഒരു മാർഗം? വെളിച്ചപ്പാട് വരണോണ്ടേ. നമുക്ക് വെളിച്ചപ്പാടിനെ കൊണ്ടൊന്ന് തുള്ളിച്ചാലോ? വെളിച്ചപ്പാട് തുള്ളിയാൽ മഴ പെയ്യുമോ? കുറഞ്ഞ ചെലവില് വെളിച്ചപ്പാടല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ മഴ പെയ്ക്കാനേ. വെളിച്ചപ്പാടേ, നിങ്ങളൊന്ന് തുള്ളി. നമ്മുടെ പുറത്തോട്ട് കയറാതെ നിങ്ങൾ തുള്ളു. ദേവി മഹാമായേ, മുന്നിൽ തെളിയുന്നത് കൊടും വരൾച്ചയാണ്. ദേവി മഹാമായേ, മനമുരുകി പ്രാർത്ഥിക്കുക, അതേ ഉള്ളു മാർഗം.
രവി ഇതെന്തൊരു കാറ്റായത്. ചൂട് കൂടുന്നതിനനുസരിച്ച് കാറ്റിന്റെ ശക്തിയും കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കും ഇവിടെ? എന്തൊരു പൊടിയാ. എല്ലാം സഹിക്കാം, ഈ ചൂടാണ് ഭയങ്കരം. ഇത് കണ്ടോ, ദേഹം മുഴുവൻ പൊള്ളുക. മഴയാണെ മഴ, വെയിലാണെ വെയില്, രണ്ടും ഇപ്പൊ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞ ഇവനെ ഓപ്പണിങ്ങിന് കേട്ടിട്ടുണ്ടെന്ന്. ഇവനൊന്നും വെയിലും ചൂടും ഒരു വിഷയമല്ലെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവൻ ഇവിടെ തളർന്ന് വീഴാറേ. മര്യാദക്ക് ബാറ്റ് ചെയ്യാൻ പോലും അറിയത്തില്ല. അത് ശരിയാട്ടോ. എടാ, നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ല. ഈ പൊരിഞ്ഞ വെയിലത്ത് ബാറ്റ് നോക്കി അങ്ങോട്ട് പോവാടാ. ഒന്ന് പോയാട്ടാ. ഓ എന്റെ പൊന്നെ, എന്നെ ചൂടാ. ശരിയാ. നമുക്കൊരു നാരങ്ങാവെള്ളം കുടിച്ചിട്ട് പോവാം. ചേട്ടാ, 2 സോഡ നാരങ്ങാവെള്ളം. എനിക്ക് സോഡ വേണം. എനിക്ക് സോഡ വേണം. എനിക്കും വേണം. ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. എനിക്ക് സോഡ വേണ്ട. എന്റെ പൊന്നു മക്കളെ, സോഡയില്ല, വെള്ളവും ഇല്ല. ചേട്ടാ, ദാഹിച്ചിട്ട് വയ്യ, വേഗം എന്തെങ്കിലും കുടിക്കാൻ. കൊള്ളുന്നു ചേട്ടാ. ചേട്ടാ പെട്ടെന്ന് വേണം. എന്ന് പറഞ്ഞ എങ്ങനെ, വെള്ളം കിട്ടണ്ടേ? 5-6 ദിവസം കൂടി ഇന്നലെ കുറച്ച് വെള്ളം കിട്ടിയത്, അത് തീർന്നു. ഞാൻ കടയടക്കാൻ പോവാ. സാധാരണ ഒരു വെള്ളം വണ്ടി വരുന്നതായിരുന്നല്ലോ, അതിപ്പോ ഇല്ലേ? എവിടുന്ന് കിട്ടാനാ വെള്ളം? ചൂട് കൂടി 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 പുഴയിലെ വെള്ളം എല്ലാം മാറ്റി വരണം. ഇപ്പൊ പുഴയിലും വെള്ളമില്ല, കിണറ്റിലും വെള്ളമില്ല, പിന്നെങ്ങനെ? 2-3 കോള ഇരിപ്പുണ്ട്, അത് വേണം തരാം. എല്ലാരും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. കോള എങ്കിൽ കോള, രക്ഷവാ എങ്കിലും താ. തീർക്കല്ലേ, എനിക്ക് പകുതിയെങ്കിലും കാണാം. കുറച്ചെങ്കിലും താടാ. ആ പാറമടയിലേക്ക് പണം ഉണ്ടാക്കാനായിട്ട് ഭൂമി തീർന്ന് അവസാനം ഇത് നശിപ്പിക്കും, അല്ലേ? കണ്ടോ നേതാവേ, എന്തായി നിങ്ങളുടെ ധർണയും സമരമൊക്കെ? പാറവൊട്ടിക്കലും മണൽ വാരലും ഒക്കെ നിർത്തലാക്കുവോ? ഞങ്ങൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇപ്പൊ തന്നെ പലയിടങ്ങളിലെയും കോറകൾ നിർത്തലാക്കി കഴിഞ്ഞു. പ്രകൃതിക്ക് ദോഷമുണ്ടാകുന്ന ഒരു കാര്യത്തിന് ഞങ്ങളുടെ പാർട്ടി കൂട്ടു നിൽക്കില്ല. എന്റെ ഈശ്വര, ഒരു മഴ പെയ്ക്കോ. മഴ പെയ്യാനോ? എങ്ങനെ പെയ്യാനാ? ഉള്ള മലകളെല്ലാം ഇടിച്ച് നശിപ്പിച്ച് ഭൂമിയെ തകർത്ത് തരിപ്പണമാക്കുമല്ലേ. നോക്കിക്കൂ, ചൂട് കൂടി കൂടി കാലക്രമേണ ഇവിടം മരുഭൂമിയാകും. അങ്ങനെ ചൂട് നമ്മെ വീഴുന്നു.
നടക്കാൻ മേലടാ. അമ്മേ 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 അമ്മേ, എന്റെ തൊണ്ട വെള്ളം, എനിക്ക് ഇത്തിരി വെള്ളം തരുകൂടാ, എനിക്ക് വയ്യാണ്ടാകുന്നടാ. അമ്മേ അമ്മേ, തല കറങ്ങുന്നടാ. അയ്യോ അമ്മേ, എന്റെ ഈശ്വര, ഇതിലൊന്നും വെള്ളമില്ല മോനെ. എടാ ഈശ്വര, എന്റെ അമ്മയ്ക്ക് ദാഹിക്കുന്നു, ഇതിലൊന്നും വെള്ളമില്ല. ചേട്ടാ, കുറച്ച് വെള്ളം കുടിക്കാൻ തരാ ചേട്ടാ, എന്റെ അമ്മയ്ക്ക് ദാഹിക്കുന്നു ചേട്ടാ, കുറച്ച് വെള്ളം കുടിക്കാൻ ചേട്ടാ. ഒന്ന് പോണേക്ക അവിടുന്ന്. ചേട്ടാ, 3 കിലോമീറ്റർ നടന്നിട്ടേ വെള്ളം കിട്ടിയത്. വഴി കാണുന്നവർക്കൊക്കെ കൊടുത്താലേ എന്റെ കുടുംബത്തുള്ളവര് പട്ടിണിയാവും. എന്റെ അമ്മയ്ക്ക് ദാഹിക്കുന്നു ചേട്ടാ. ചേട്ടാ ചേട്ടാ, ഇത് പോണ അവിടുന്ന്. ചേട്ടാ പോലെ പോലെ ചേട്ടാ. അമ്മേ അമ്മേ, കണ്ണു തുറക്കമ്മേ, അമ്മേ കണ്ണു തുറക്കമ്മേ, അമ്മേ എന്റെ അമ്മേ, അമ്മേ അമ്മേ. നാൽപ്പത്തിനാല് നദികളുള്ള സംസ്ഥാനമാണ്. കണ്ടില്ലേ, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി വേടാമ്പലിനെ പോലെ കീഴേണ്ടി വരുന്ന അവസ്ഥ. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. ഈ മഴ വരില്ലേ അപ്പൂപ്പ? മഴയുണ്ടാകാൻ എന്ത് ചെയ്യണം അപ്പൂപ്പ? മക്കളെ, എങ്ങടുത്തു വാ. മക്കള്, അപ്പൂപ്പൻ പറയുന്നത് അനുസരിക്കുമോ? മഴയുണ്ടാവാൻ മരങ്ങൾ നടണം. മലകളും മരങ്ങളും നശിപ്പിക്കരുത്, എങ്കിലേ മഴയുണ്ടാവും. നമുക്ക് മരങ്ങൾ നടാം, ഈ വൃക്ഷത്തെ നടാം, എങ്കിലേ ഇവിടെ ജീവൻ നിലനിൽക്കൂ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു.
തണലിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ പൂപ്പുകൈ മാത്രമായി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ പൂപ്പുകൈ മാത്രമായി. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി.